ഭരണഘടനയേക്കാൾ വലുതാണോ വിചാരധാര എന്ന് ഗവർണർ വ്യക്തമാക്കണം എന്ന് CPI. രാജ്ഭവനെ RSS കാര്യാലയമാക്കണമെന്ന പിടിവാശിയിൽ നിന്ന് ഗവർണർ പിന്മാറണം. RSS സ്വയം സേവകനെ പോലെ ഗവർണർ പദവിയിലിരിക്കുന്നയാൾ അടിക്കടി പെരുമാറുന്നത് ഭരണഘടനയോടും സംസ്ഥാനത്തെ ജനങ്ങളോടും ഉള്ള യുദ്ധപ്രഖ്യാപനം. ദേശീയ ചിഹ്നങ്ങൾ സംബന്ധിച്ച ഭരണഘടനാ പ്രമാണങ്ങൾ ഗവർണർ നിരന്തരം ലംഘിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു. ഇപ്പോൾ R. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, എന്താണ് ഇക്കാര്യത്തിൽ CPIയുടെ നിലപാട്? ശ്രീജിത്ത്. ഉന്മേഷ്, ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന നിബന്ധന രാജ്ഭവൻ വെച്ചപ്പോൾ മുതൽ തന്നെ അതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്ത പാർട്ടിയാണ് CPI. CPIയുടെ മന്ത്രിയായ P. പ്രസാദാണ് ഈ രാജ്ഭവനിൽ ഇത്തരമൊരു നിബന്ധന വെച്ചതിനെ തുടർന്ന് പരിസ്ഥിതി പരിപാടി മാറ്റാനുള്ള തീരുമാനമെടുത്തത്. രാജ്ഭവന്റെ നിർദ്ദേശം അംഗീകരിക്കില്ല എന്ന് നിലപാടെടുക്കുകയും പിന്നീട് സർക്കാർ പരിപാടി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മാറ്റുകയുമായിരുന്നു ഉണ്ടായത്. അതേ നിലപാട് തന്നെ പിന്നീട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൈക്കൊണ്ടു. 7-ാം തീയതി ഇതിൽ പ്രതിഷേധിച്ച് CPI സംസ്ഥാനത്തെ എല്ലാ പാർട്ടി ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. അത്തരത്തിൽ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ ഉള്ള പാർട്ടിയാണ് CPI. അതിൻ്റെ ആവർത്തനമാണ് ഇപ്പോഴത്തെ ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനയും. രാജ്ഭവനെ RSS കാര്യാലയമാക്കി മാറ്റുന്ന പിടിവാശി ഗവർണർ ഉപേക്ഷിക്കണമെന്നാണ് പ്രസ്താവനയിലൂടെ ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയേക്കാൾ വലുതാണോ വിചാരധാരയെന്ന് ഗവർണർ വ്യക്തമാക്കണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഗവർണർ രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്ന ഭാരതാംബയുടെ ചിത്രം ഇന്ത്യക്ക് അറിയില്ല, അത് RSSന് മാത്രം അറിയാവുന്ന ചിത്രമാണ് എന്നും CPI ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നിലപാട് ഉപേക്ഷിക്കണം, ഈ നിലപാടിൽ നിന്ന് പിന്മാറാൻ രാജ്ഭവൻ തയ്യാറാക്കണം എന്നാണ് CPI ആവശ്യപ്പെടുന്നത്. ശരി, R. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗവർണർ നിലപാടിനെതിരെ CPI.